ഹലോ ഗൈസ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഇന്ന് അമ്മ HM ആയിട്ട് റിട്ടയർ ആവുകയാണ് ഗൈസ്. റിട്ടയർ ആവാൻ പോകുന്ന HM ഇതാ നിൽക്കുന്നു. അപ്പൊ നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ ചോദിക്കാം. അച്ഛാ, അമ്മ റിട്ടയർ ആവാൻ പോകുന്നതിനെ പറ്റി രണ്ടു നോക്ക് പറയൂ. ഗൈസ്, അങ്ങനെ നമ്മളിതാ അമ്മയെ സ്കൂളിലോട്ട് കൊണ്ടാക്കാൻ വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ഇനി അമ്മയെ കൊണ്ടാക്കിയിട്ട് വന്നിട്ടാണ് എനിക്ക് ഇനി ഗായത്രിയും കൊച്ചിനെയും കൊണ്ടുവരുന്നത്. നല്ല മഴയാണ് ഗൈസ് ഇവിടെ. നമുക്കിനി എണ്ണ അടിച്ചിട്ട് പോവാം ഗൈസ്. റിട്ടയർമെന്റ് ആയതുകൊണ്ട് ഇന്നത്തെ ചിലവ് ഫുൾ അമ്മയുടെയാണ് ഗൈസ്. അപ്പം സർവീസിലെ അവസാനത്തെ ദിവസമാണ്. അപ്പം അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് ഈ ഒരു ഗോൾഡൻ മൊമെന്റ്? പറയൂ. സങ്കടമാണോ സന്തോഷമാണോ? സങ്കടമാണോ സന്തോഷമാണോ ഒന്നും എനിക്കറിയില്ല. എന്തൊക്കെയോ മനസ്സിലൊരു തോന്നലുകള്. സന്തോഷമുണ്ട്, ഒപ്പം സങ്കടമുണ്ട്. ഒട്ടും ജാടയില്ലാത്ത അച്ഛന്മാരൊന്നും ജാട എന്താണെന്ന് അറിയത്തില്ല, അങ്ങനെ പറയുന്നതാണ് കറക്റ്റ്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ സ്കൂളിലെത്തിയിട്ട് കാണാം ഗൈസ്. പകൽക്കുറിയിലാണ് നമ്മുടെ സ്കൂള്. പകൽക്കുറി LPS പകൽക്കുറി LPSലോട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ ചെന്നിട്ട് കാണാം ഗൈസ്. ഓക്കേ ഗൈസ്, അങ്ങനെ നമ്മളിതേ പകൽക്കുറിയിലെത്തി. ഇതാണ് ഗൈസ് നമ്മുടെ സ്കൂളിലോട്ടുള്ള വഴി. ബോർഡ് ബോർഡ് ഇതാണ് ഗൈസ് സ്കൂൾ. അങ്ങനെ നമ്മൾ അമ്മയെ നൈസായിട്ട് സ്കൂളിലൊക്കെ എത്തിച്ചിട്ട് നമ്മളിത് ഇറങ്ങാൻ പോവാണ്. അങ്ങനെ അമ്മയെ വേണ്ട സ്കൂളിലോട്ട് ആക്കിയിട്ട് നമ്മൾ തിരിച്ച് പോവാണ്. ഇനി പോയിട്ട് നേരെ ഗായത്രിയെ കൊച്ചിനെ കൊണ്ടുവരാം ഗൈസ്. ഓക്കെ, അങ്ങനെ നമ്മൾ നേരെ വീട്ടിലെത്തി. ഇവിടെ ഗായത്രി മാതൂട്ടിയൊക്കെ റെഡി ആയിട്ട് നിൽക്കുവാണ്. ഇവിടെ കാര്യമായിട്ട് എന്തോ പറയുന്നുണ്ടോന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ നമ്മളത് അമ്മമ്മയ്ക്കും അച്ഛനൊക്കെ ടാറ്റ കൊടുത്തിട്ട് ദേ സ്കൂളിലെത്തി. സ്കൂളിലെത്തിയപ്പോഴത്തേക്ക് നമ്മൾ ചെറുതായിട്ട് ലേറ്റായെന്ന് ഡൗട്ട്. എല്ലാവരും ഫുഡ് കഴിച്ചു തുടങ്ങി. എവിടെ നീല ടാർപ്പുണ്ടല്ലോ അവിടെ കയറി നിന്നോളും ഗൈസ് അവര്. അങ്ങനെ എല്ലാവരും പരിപാടി അവസാനിപ്പിച്ചപ്പോഴത്തേക്ക് നമ്മൾ പരിപാടി തുടങ്ങി ഗൈസ്. പിന്നെ ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി അടിയുണ്ടാക്കുന്ന കുറെ പിള്ളേരെ നമുക്ക് കാണാം. എന്ത് ചെയ്യാനാ ഗൈസ്, അഴുക്ക പിള്ളേര്. അവസാനം എല്ലാവരും കൂടെ ഒരു കോംപ്രമൈസിലാക്കി ഫോട്ടോ എടുത്തു. അങ്ങനെ എല്ലാവരുടെയും സ്നേഹസമ്മാനങ്ങളൊക്കെ ഏറ്റുവാങ്ങിയപ്പോഴത്തേക്ക് അമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞ്. പക്ഷെ നമ്മളൊന്നും പുറത്ത് കാണിക്കത്തില്ല. അങ്ങനെ ഇവിടുത്തെ മെയിൻ പരിപാടി കഴിഞ്ഞ് എല്ലാവരെയും കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിൻ്റെ ഇടയിൽ കൂടെ ഫോട്ടോഷൂട്ട്. പിന്നെ നമ്മൾ നേരെ പോയത് ഇവിടുത്തെ പിള്ളേരുടെ പാർക്കിലോട്ടാണ് ഗൈസ്. കിടിലൻ പാർക്ക്. കണ്ടില്ലേ ഗൈസ്, ആ പിള്ളേരെ മൊത്തം അതിൽ നിന്ന് മാറ്റിയിട്ട് ആ മുതുക്ക് കെണ്ട കയറി കളിക്കുന്നതിനകത്ത്. എടാ കണ്ണ അന്തസ്സുണ്ട് കൂടാ. എടാ പിള്ളേരില്ലടാ, കൊടാ പിള്ളേർക്ക്. നമ്മളിവിടെ ഊഞ്ഞാലാടുവാണ് ഗൈസ്. ഒരുത്തൻ്റെ കറക്കം കഴിഞ്ഞപ്പോഴത്തേക്ക് ബാക്കി കണ്ടവളെല്ലാം കൂടെ കറക്കം തുടങ്ങി. ഗൈസ്, അങ്ങനെ സ്കൂളിലത്തെ പരിപാടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഞാനും ഗായത്രിയും മാതൂട്ടിയും കൂടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവരെ കൊണ്ടാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ഗൈസ്. ഓക്കേ, അങ്ങനെ നമ്മളത് വീട്ടിലൊക്കെ എത്തി. ഇവിടെ എല്ലാവരും കൂടെ ചേർന്ന് തണ്ണിമത്തനൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ 2 മണിക്കൂർ മുമ്പേ ഒന്ന് പോസ്റ്റ് അടിച്ചിരിക്കുന്ന 2 പേരെ കാണാം. അവരെല്ലാം കൂടെ സ്കൂൾ ബസ്സിലൊരു പാടാൻ അളവ് വരുന്നുണ്ട് ഗൈസ്. സൽക്കാരമൊരുക്കുമ്പോൾ സുവർഗം ഇങ്ങരികൾ വരും.
അങ്ങനത്തെ എല്ലാവരും അമ്മയെ കൊണ്ടാക്കിയിട്ട് ഇറങ്ങുവാണ്. എല്ലാവരും ഒരു ഹായ് കാണിച്ചേ. ഗായ്സ് അങ്ങനെ എല്ലാവരും വന്ന് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും പോയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ ചോദിക്കാം. ഓക്കെ അമ്മ, എന്താണ് റിട്ടയർ ആയതിനെ പറ്റിയിട്ടുള്ള ഒരു അമ്മ, എന്താണ് മോളുടെ റിട്ടയർമെന്റിനെ പറ്റിയിട്ടുള്ള ഒരു അഭിപ്രായം പറയൂ. നമുക്ക് 27 വർഷത്തെ സർവീസായി. പിന്നെ അവൾക്ക് ഭയങ്കര വിഷമം കാണാൻ. മറ്റേ രാവിലെ അവൾക്കൊന്ന് പോവായിരുന്നു. വിഷമമുണ്ട്. ഗായത്രി, നിന്റെ അഭിപ്രായം പറയൂ. എനിക്ക് സന്തോഷമായി. എനിക്ക് നാളെ തൊട്ട് കൊച്ചിനെ നോക്കാൻ ആളായി. ഓ ആംബിടുവേ, അഭിപ്രായം പറ. അച്ഛാ, എന്താണ് അച്ഛന് പറയാനുള്ളത് അമ്മയുടെ ഈ ഒരു റിട്ടയർമെന്റിനെ പറ്റി? വളരെ സന്തോഷമുണ്ട്. കാരണം രാവിലെ 5 മണി മുതൽ 9 മണി വരെ സ്കൂൾ കഥകൾ അതിലൊരു വലിയ സന്തോഷം. അത്രേ ഉള്ളല്ലേ? നിങ്ങളുടെ ഏറ്റവും വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സ് ആയിട്ട് രേഖപ്പെടുത്തു. ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.